ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഒരു മേളയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക്, പഞ്ചാബിലെ മേളയിലേക്ക് നമ്മളിതാ പോവാണ് കേട്ടോ. രാത്രി ഒരു 8 മണിയായപ്പോൾ കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ഈ സമയമാണ് കാണാൻ നല്ലതെന്ന് തോന്നി. കാരണം ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ ഈ സമയത്ത് കണ്ടാലേ നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്ന ലൈറ്റൊക്കെ ഒന്ന് നോക്ക്, അടിപൊളിയല്ലേ. ഫസ്റ്റ് തന്നെ ആ റൗണ്ടൊക്കെ കണ്ടപ്പോൾ നമ്മളെ കൂറ്റഞ്ചേരി ചന്തേൻ്റെ ഒരു ഫീലൊക്കെ തോന്നിയിട്ടു. എന്തായാലും ഇത് പഞ്ചാബാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. കൗണ്ടറിൽ ഇതാ ടിക്കറ്റൊക്കെ എടുത്തു. നല്ല പൊടിയാണ് കേട്ടോ, നല്ല അടിപൊളി പൊടിയായതുകൊണ്ട് ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടോ. അപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് 2 ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഷെയ്ക്കൻ്റെയൊക്കെ കൊടുത്ത് ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ തോന്നി. ഞാൻ എന്തായാലും ഓടിച്ചാടി കയറി 2 ഫോട്ടോസൊക്കെ എടുത്തു. എന്തോ അത്ഭുത ജീവികൾ നിൽക്കുന്ന മാതിരി തോന്നിയെങ്കിലും ഉള്ളിലെ ചെറിയ കുട്ടികളാണ് കേട്ടോ. അപ്പം നമ്മൾ കയറി 2 ആളും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. കുട്ടികൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, എന്നാലും അവരെ എടുപ്പിച്ചു ഞങ്ങൾ കേട്ടോ. ഉള്ളിൽ നല്ല ക്ലീനാണ് കേട്ടോ. ഇതാ നല്ല പരവതാനികൾ, ചുവപ്പ് പരവതാനിയും നീല പരവതാനികളും എല്ലാം വിരിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഓരോ ഐറ്റംസിൻ്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ പോവാണ്. അപ്പം ഓരോന്നോരോന്ന് കാണുമ്പോഴും നല്ല അടിപൊളി എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഒന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. എല്ലാം കാണാൻ പോയി എന്നല്ലാതെ ഒരു സംഭവം നമ്മൾ വാങ്ങിയില്ല കേട്ടോ. വാങ്ങിയതാണെങ്കിൽ 2 കാതിൽ വാങ്ങിയിട്ടേ ഉള്ളൂ. അത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ ബുദ്ധ പ്രതിമകളുണ്ട്, പിന്നെ കുറേ വാട്ടറിൻ്റെ ഐറ്റംസ്, അങ്ങനെ കുറേ സംഭവങ്ങളാണ് കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയാണ്. കുറേ പഞ്ചാബികളെ കാണാം. ഞാൻ ആദ്യം നോക്കി ഇവർ വെറുതെ ഇരിക്കുകയാണോ നോക്കി, പക്ഷേ ഇവർ കുറച്ച് കഴിഞ്ഞിട്ട് ഡാൻസ് ഉണ്ട് കേട്ടോ, അവരെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സംഭവങ്ങൾ കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചൈനയിലെ മറ്റേ ചിങ് ചോങ് പോലുള്ള ആൾക്കാർ ഇങ്ങനെ വീശുന്ന ആ സംഭവമല്ലേ ഇത്, ഒന്ന് വീശിയാലോ എന്ന് ഞാൻ നോക്കിട്ടോ. വീശി, ആഹാ, ഒരു കുഴപ്പമില്ല, ഒരു കാറ്റ് അങ്ങനത്തെ ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നേരത്തെ മിണ്ടാണ്ട് നിന്നവർ ഇപ്പോൾ ഒരാൾ വന്നപ്പോൾ ഒരു ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഈ ഡാൻസ് കണ്ടപ്പോൾ ഒന്ന് കയറി കളിച്ചാലോ എന്ന് വരെ തോന്നിപ്പോയി. അമ്മാതിരി സൗണ്ടിലാണ് അവർ മുട്ടണത് കേട്ടോ. ആ ചേട്ടനൊരു കമ്പനി കൊടുത്താലോ എന്ന് വരെ ഞാൻ ആശിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേണ്ട, ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മളെല്ലാം ഒന്ന് ചുറ്റി കറങ്ങിട്ടോ. നമ്മളെ കൂറ്റഞ്ചേരി ചന്തയിലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം എല്ലാത്തിലും ഞാൻ കയറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ കയറിയില്ല. ജിത്തേട്ടനും ആരാധ്യം ആരോണും കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് തോണി കയറിയ ഒരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം ആ തോണി കയറിയിട്ട് പിന്നെ ഞാനിങ്ങോട്ട് പറയുന്നില്ല. പിന്നെ എന്തായാലും ആരോണും ചിത്തേട്ടനുമാണ് കേട്ടോ കയറുന്നത്. എന്തായാലും ആ ഒരു റൗണ്ടിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഇല്ലേനു. അതായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടോ. നോക്കൂ, നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. അത്രയും വലിയൊരു ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ, ആ ഒരു കറങ്ങുന്ന സംഭവത്തിൻ്റെ ഉള്ളിൽ ആരോണും ചിത്തേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും സംഭവം നമ്മൾ പുറമേ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല. അവരെന്തായാലും ആടട്ടെ, നമ്മളിവിടെ നിന്ന് ആസ്വദിക്കട്ടെ അല്ലേ. എന്തായാലും പഞ്ചാബിൻ്റെ നാട്ടിൽ വന്നിട്ട് ഒരു മേളക്കൊന്നും പോയില്ലെങ്കിൽ പിന്നെ മോശമല്ലേ. അവരിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇവർ ഒരാൾക്കാരായാലും 2 ആൾക്കാരായാലും ഇവർ കയറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അത് മുഴുവൻ ഒരു 5-6 ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രവർത്തിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഒട്ടകം നടന്നു വരുന്നത് കണ്ടു. കയറണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പക്ഷേ കയറാൻ പറ്റിയില്ല. എല്ലാം നമ്മൾ ആസ്വദിച്ച് കണ്ട് നടന്നു ഗൈസ്. അടിപൊളിയാണ് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അപ്പുറത്തുള്ള ഒരു ചേട്ടൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവരൊന്ന് ചേട്ടൻ നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ ചേട്ടനെ ഒന്നുകൂടി ഒന്ന് എടുത്ത് സൂം ചെയ്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു DJ ഉണ്ടായിരുന്നു കേട്ടോ. DJ കണ്ട് നമ്മൾ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഒരു പഞ്ചാബി സിംഗറിൻ്റെ ഷോയാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ലപോലെ ആസ്വദിക്കുന്നുണ്ട്. പിന്നെ പണ്ടേ നമുക്ക് പഞ്ചാബി അറിയാത്തത് കൊണ്ട് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാങ്ങണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല, വാങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നോക്കിയതല്ലേ, കണ്ടതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചത് വല്ല തലമണ്ടയ്ക്കും അടിക്കാൻ പറ്റിയ സംഭവങ്ങളാണ് കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഈ പാത്രത്തിൽ എന്തായാലും ചപ്പാത്തി ചുടാൻ മാത്രം പറ്റൂല. അപ്പം സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം വിശാലമായ ഈ സ്ഥലത്ത് നമ്മളെ പഞ്ചാബിൻ്റെ മണ്ണിൽ വന്നിട്ട് നല്ലൊരു അടിപൊളി മേളയൊക്കെ കണ്ടു കേട്ടോ. അവിടെ നിന്ന് ഈ ഒരു ഇത് കണ്ടപ്പോൾ നമുക്ക് എന്തോ പഴയ കാലത്തേക്കൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താലോ എന്ന്. അങ്ങനെ അത് വീഡിയോ എടുത്താട്ടോ. അത് പിന്നെ തിന്നാനുള്ള ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ പോയത് ഇതാണ് കേട്ടോ. ഈ സംഭവത്തിൻ്റെ പേരെന്താണ്, വേൽപൂരിയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. എന്തായാലും കഴിച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഭക്ഷണങ്ങൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സ്വീറ്റ് ഐറ്റംസ് അധികം കുറവായിരുന്നു കേട്ടോ. ഈ സംഭവം കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നിട്ടോ. ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ ചെയ്യാം. എന്തായാലും
അടിപൊളിയാണ് കേട്ടോ. നമ്മളെ ഈ മേള എന്തായാലും അടിപൊളിയേനു. ഇനിയും പുതിയൊരു മേളയ്ക്ക് വരും എന്ന് പ്രതീക്ഷയോടെ നമ്മളിവിടെ ഇരിക്കുന്നു. എന്തായാലും നമ്മളെ കോഴിക്കോടുള്ള അക്കൂറ്റഞ്ചേരി ചന്ത ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ. ഇത് കണ്ടപ്പം ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു ഓർമ്മയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമ്മളെ മേളയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ടാറ്റാ ബൈ ബൈ.